കാട്ടാനശല്യം രൂക്ഷമാകുമ്പോൾ പ്രധാന റോഡുകളിലൂടെ പകൽ പോലും സഞ്ചരിക്കാൻ ഭയക്കുകയാണ് ജനങ്ങൾ. നേര്യമംഗലം വില്ലാഞ്ചിറയിൽ തുടങ്ങി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലും ഇടുക്കി റോഡിലും കാട്ടാന ആക്രമണം ഭയന്നും പ്രതീക്ഷിച്ചും വേണം യാത്ര ചെയ്യാൻ. നിയന്ത്രണമില്ലാതെ വന്യമൃഗശല്യം പ്രധാന റോഡുകളിലടക്കം തുടരുമ്പോൾ ജീവൻ കയ്യിൽ പിടിച്ചാണ് ജനങ്ങൾ കടന്നുപോകുന്നത്. ജീവനും സ്വത്തിനും സംരക്ഷണമില്ലാതെ പ്രദേശവാസികളും ഭയന്നാണ് പലയിടങ്ങളിലും ജീവിക്കുന്നത്. ബസ്സുകളും സ്കൂൾ കോളേജ് വാഹനങ്ങളും ഉൾപ്പെടെ കടന്നുപോകുന്ന ഇടുക്കി റോഡിലെ ചെമ്പൻകുഴിയിലാണ് കഴിഞ്ഞ ദിവസം ആന കുത്തിമറിച്ച മരം ബൈക്കിന് മുകളിൽ വീണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയായ ആൻമേരി മരിച്ചത്. ചെമ്പൻകുഴി നീണ്ടപാറ പ്രദേശങ്ങളിൽ കാട്ടാനക്കൂട്ടത്തിന്റെ കൃഷി നശിപ്പിക്കലും പതിവാണ്. ദേശീയപാതയിൽ വില്ലാഞ്ചിറയിലും നേര്യമംഗലം പാലത്തിനടുത്ത് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുൻപിൽ കാട്ടാന ഇറങ്ങുന്നത് പലപ്പോഴും ഗതാഗത തടസ്സത്തിനും കാരണമാകുന്നുണ്ട്. നേര്യമംഗലം ടൗണിനടുത്ത് വരെ കാട്ടാനയെത്തി. ഇടുക്കി ജില്ലയിലെ കാഞ്ഞിരവേലി ഭാഗത്തുനിന്ന് പെരിയാർ കടന്നെത്തിയ ആനകളാണ് ചെമ്പൻകുഴി നീണ്ടപാറ പ്രദേശങ്ങളിൽ തമ്പടിച്ച് വ്യാപക നാശനഷ്ടമുണ്ടാക്കുന്നത്. ഇതിനിടെ മുള്ളരിങ്ങാട്, ചാത്തമറ്റം, ഒറ്റക്കണ്ടം മേഖലകളിലെത്തിയ ആനകളെ തിരികെ പെരിയാർ കടത്താൻ തുരത്തി ചെമ്പൻകുഴി നീണ്ടപാറ മേഖലയിൽ എത്തിച്ചത് ഭീഷണി വർദ്ധിപ്പിച്ചതായും നാട്ടുകാർ പറയുന്നുണ്ട്. ആനകളെ പെരിയാർ കടത്തുന്നതിൽ കാഞ്ഞിരവേലിയിൽ നാട്ടുകാരുടെ എതിർപ്പുയരുന്നുണ്ട്. കോതമംഗലം താലൂക്കിലെ കോട്ടപ്പടി, പിണ്ടിമന, കീരമ്പാറ, കുട്ടമ്പുഴ, കവളങ്ങാട്, പൈങ്ങോട്ടൂർ പഞ്ചായത്തുകളിലും കാട്ടുമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ്. ആനയെ കൂടാതെ പന്നിയും കുരങ്ങുമെല്ലാം കൃഷികൾ നശിപ്പിക്കുന്നു. രാത്രി വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. വന്യമൃഗശല്യം രൂക്ഷമായതോടെ പ്രതിഷേധങ്ങളും ശക്തമാകുന്നു. പക്ഷേ ഫലപ്രദമായ നടപടി ഉണ്ടാകുന്നില്ല. സ്ഥാപിച്ച വൈദ്യുതിവേലികൾ കാട്ടാനകൾ തകർത്തു. തൂക്കുവൈദ്യുതവേലി സ്ഥാപിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. വടാട്ടുപാറയിലൊഴികെ മറ്റിടങ്ങളിൽ തൂക്കുവൈദ്യുതവേലിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നുവെന്നല്ലാതെ പ്രാവർത്തികമായിട്ടുമില്ല. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.